പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പിന് പ്രൗഢഗംഭീരമായ തുടക്കം. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ മന്ത്രിമാരുടെ അഭാവത്തിൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം നിർവഹിച്ചു. സിയാൽ എയ്റോ പാർക്കിൽ വിപുലമായ സൗകര്യങ്ങളോടെ ആരംഭിച്ച ക്യാമ്പിൽ നിന്നും ആദ്യ സംഘം ഉച്ചയ്ക്കുള്ള വിമാനത്തിൽ ജിദ്ദയിലേക്ക് യാത്രയായി. നെടുമ്പാശ്ശേരി സിയാൽ എയ്റോ പാർക്കിലെ ഹജ്ജ് ക്യാമ്പിൽ നിറഞ്ഞുനിന്ന നൂറുകണക്കിന് വിശ്വാസികളുടെയും ഹജ്ജ് തീർത്ഥാടകരുടെയും പ്രാർത്ഥനാ വചനങ്ങളുടെ ധന്യതയിൽ നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പയിന് പ്രൗഢഗംഭീരമായി തുടക്കം കുറിച്ചു. ഹജ്ജ് ക്യാമ്പിലെ പ്രധാന കോൺഫറൻസ് ഹാളിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ മന്ത്രിമാരോ സർക്കാർ പ്രതിനിധികളോ ഉദ്ഘാടന ചടങ്ങിന് എത്തിയിരുന്നില്ല. 4 മണി മുതൽ എത്തിയ തീർത്ഥാടകരെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ലഗേജുകൾ സൂക്ഷിക്കാനും മറ്റുമായി വിമാനത്താവളത്തിൽ സിയാൽ പ്രത്യേകം സൗകര്യം ഒരുക്കി നൽകിയിട്ടുണ്ടായിരുന്നു. ഹജ്ജ് ക്യാമ്പിലെ പ്രാർത്ഥനകൾക്കും നിർദ്ദേശങ്ങൾക്കും ശേഷം 30-ാം തീയതി രാവിലെ 10 മണിയോടെ തീർത്ഥാടകരെ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോയി. തീർത്ഥാടകർ വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നത് മുതൽ ജിദ്ദയിലേക്ക് യാത്രയാകുന്നതുവരെ ഇവരെ സഹായിക്കാൻ വോളണ്ടിയർമാരും സജ്ജമായി രംഗത്തുണ്ടായിരുന്നു. ഹജ്ജ് ക്യാമ്പ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷം കേരളത്തിലുള്ള ഹജ്ജ് തീർത്ഥാടകരെയും ബാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. ഹജ്ജ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മൊയ്തീൻ കുട്ടി അധ്യക്ഷനായി. മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി പ്രാർത്ഥന നിർവഹിച്ചു. ഹജ്ജ് കമ്മിറ്റി അംഗം നൂർ മുഹമ്മദ് നൂർഷാ സ്വാഗതവും ജാഫർ നിസാമി ഖിറാഅത്ത് നടത്തി. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി സിഇഒ സി ഷാനവാസ്, ഡെപ്യൂട്ടി സിഇഒ മുഹമ്മദ് നിയാസ് അഹമ്മദ്, എയർപോർട്ട് ഡയറക്ടർ CG മനു, മുഹമ്മദ് സാലിം, ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് സക്കീർ, അനസ് ഹാജി, മുഹമ്മദ് റാഫി, അസ്കർ കോറാട്, OV ജയ്ഫർ, P അബ്ദുൾ റഹ്മാൻ, K ഉമ്മർ ഫൈസി, ഷംസുദ്ദീൻ അരിഞ്ചിറ, മുൻ MLA AM യൂസഫ്, TM സക്കീർ ഹുസൈൻ, TK സലീം, അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ K കക്കൂത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മുഴുവൻ ഹാജിമാർക്കും മജ്ജൂമമാർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ്, ഉംറ, സിയാറത്ത്, മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്ത് നാട്ടിൽ തിരിച്ചു വരാനും തുടർന്ന് അങ്ങോട്ട് ആ ഹജ്ജിന്റെയും ഉംറയുടെയും സിയാറത്തിന്റെയും ഒക്കെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് മരണം വരെ ജീവിക്കാനും അതിന്റെയൊക്കെ ഫലമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുമുള്ള ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. 150 ഹാജിമാർക്ക് ഒന്ന് വെച്ച് നമ്മൾ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാരെയും സെലക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൂടെയും 2-3 സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാർ യാത്ര ചെയ്യുന്നുണ്ടാവും. അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് കേന്ദ്ര കമ്മിറ്റിയും കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റിയും കൊടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കാലടി. We are certified swimming instructors from Interdive. ഈ സമ്മറിൽ Interdive is coming up with lots of swimming activities. Not only for just 10 days, but 20 days exclusive classes from every Monday to Saturday.